ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവം നൽകുന്ന, സ്വർഗം നൽകുന്ന സമ്പത്താണ് പരിശുദ്ധാത്മാവ്. സാമ്പത്തിക ഭദ്രതയിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ആത്മീയ ജീവിതത്തിൽ ദൈവം നൽകുന്ന സമ്പത്തായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൃപ നിറഞ്ഞതാകുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക വചനമിതാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. ഭൗതിക ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രത നാം എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ അധ്വാനവും കഷ്ടപ്പാടുമെല്ലാം അതിനുവേണ്ടി നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഭൗതിക ഭദ്രതയോടൊപ്പം ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാകുന്ന സമ്പത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ അലങ്കരിക്കണമെന്ന്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സമ്പത്തിൻ്റെ പ്രത്യേകത അത് വ്യത്യാസമുള്ളതാ. ഭൗതിക ജീവിതത്തിൽ ലഭിക്കുന്ന സമ്പത്ത് പോലെയല്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന സമ്പത്ത് എന്ന് പറയുന്നത് തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമാണ്. ആശയക്കുഴപ്പത്തിലായിരിക്കുന്നവർക്ക് ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സമ്പത്ത്. ബലഹീനർക്ക് ശക്തിയാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സമ്പത്ത്. ഇരുളിൽ പ്രകാശമാണ് പരിശുദ്ധാത്മാവിൻ്റെ സമ്പത്ത്. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സമ്പത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രത്യാശയിലേക്കും ദൈവകൃപയുടെ പൂർണ്ണതയിലേക്കും നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 3:16 ഇങ്ങനെ വചനം ഓർമ്മപ്പെടുന്നത്, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുമെന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യനെ, ആത്മീയ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തൻ്റെ സമ്പത്ത് കൊണ്ട് സമ്പന്നമാക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇരട്ടി കൃപ നിറഞ്ഞ ജീവിതമാകും. ഒരു പുത്തൻ അഭിഷേകമുള്ള ജീവിതമാകും. പ്രിയമുള്ളവരെ, ഭൗതിക ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രത നമുക്ക് സന്തോഷം നൽകുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ആത്മീയ ജീവിതത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയായ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദവും സന്തോഷവും. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപാവരദാനങ്ങളാകുന്ന സമ്പത്ത് കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അലങ്കരിക്കണമേ. അനുദിന ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നൽകുന്ന സമ്പത്തിൻ്റെ കൃപയുടെ നിറവിനൊത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധാത്മാവേ, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഞങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ആത്മീയ ഭദ്രത നൽകുന്ന ആത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭൗതിക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്കപ്പുറം ആത്മാവിനോട് ചേർന്നുള്ള ആത്മീയ ഭദ്രതയാർന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, ആത്മാവിൻ്റെ കൃപകളാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ഒരു കൃപയും അനുഗ്രഹവും ഈ ദിവ്യകാരുണ്യ ആശീർവാദത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു നൽകണമേ. ഞങ്ങളുടെ ഇന്നിൻ്റെ ജീവിത മേഖലകളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും